ഹലോ പിള്ളച്ചേട്ടാ. ഹലോ. ഗുരുവായൂരപ്പന് സുഖമാണോ? സുഖം, പരമസുഖം. പുള്ളി വലിയ സന്തോഷത്തിലാ. പിള്ളച്ചേട്ടന് പ്രമോഷൻ കിട്ടിയതിന്റെ കൈക്കൂലിയായി തുലാഭാരം നടത്താൻ ചെന്നതുകൊണ്ടായിരിക്കും. അല്ല, നീ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ എനിക്ക് വട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവും. മിസ്റ്റർ സുരേഷ്, ഇതാണ് മിസ് ലത. ഈ കാണുന്ന പോലെയൊന്നുമല്ല, കാന്താരിയാണ്. എന്റെ അമ്മാവന്റെ മകള്. വരും, നമുക്ക് അകത്ത് പോവാം. വരുന്നേ. അവൻ വന്നോ? വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ? ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. ഓഹോ. ഒരു ജോലി നേടി മദ്രാസിൽ വന്നതാണ്. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ. തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുവായല്ലോ. മോള് പഠിക്കുകയാണ്? അതെ, പഠിക്കുകയാണ്. അവളെ 10ാം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവൾ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോമ്മേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും. നന്നായിട്ട്. പിള്ളച്ചേട്ടന് നഷ്ടമൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ലേ. മോളെ, ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. ശരി. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ? വേഗം കുളിച്ച് റെഡിയാകാം. ഞാൻ ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ ജീവിതത്തിൽ നടക്കുന്നത് പലതും. അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ അനുഗ്രഹിക്കണേ. എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സുരേഷിന്റെ ജോലിക്കാര്യം അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ, പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. സുരേഷ് എങ്ങോട്ടാ? 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ. ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. ശരി. മോളെ, വരൂ. അല്ല, താനിത്ര നേരത്തെ ഇങ്ങെത്തിയോ? എങ്ങനെ ഇരുന്നു കുളിച്ചു പോയാൽ? കേരളത്തിൽ പോയപ്പോ തണ്ണി അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? താനെന്താടോ നത്തുപോലെ കുത്തിയിരിക്കുന്നേ? തന്റെ വായിലെന്താ കൈവണ്ടി കയറിപ്പോയോ? തനിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? അതറിഞ്ഞൂടെ? നമ്മൾ ഒരുമിച്ചല്ലേ സർവീസ് കയറിയത്? ചോദിച്ചതിന് സമാധാനം പറയാൻ മതി. 18 വർഷം. ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും
ഒരു എസ്ഐയോട് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടല്ലേ? இந்த மாதிரி ரெஸ்பெக்ட் இல்லாம ஒரு எஸ்ஐ கிட்ட பழகலாமே. സോറി സാർ, മன்னிச்சிடுங்கோ. இட்ஸ் ஆல் ரைட். ഞാനും താനും ഒരുമിച്ച്. மறுபடியும் அந்த பேச்சு வந்தாச்சா? தானோ? അല്ല സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. ആ റൗഡി നഞ്ചയ്യെ രാഹുകാലത്തിന് മുമ്പ് ഇവിടെ ഹാജരാക്കൂ. ഒരു കാരണവുമില്ലാതെയോ? കാരണമില്ലെന്നോ? ഞാൻ ഹെഡായിരിക്കുന്ന കാലത്ത് അവൻ എന്നെ പുല്ല് പോലെയാണ് കരുതിയിരുന്നത്. ഓ യെസ് സാർ. ഹലോ, യെസ്, എസ് ഐ മഹേശ്വരൻ പിള്ള സ്പീക്കിംഗ്. സാർ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു സാർ. അയ്യോ എൻ്റെ അമ്മോ. മേ കമ്മിങ് സാർ? Come in. How are you, Mr. Maheswaran? ഫൈൻ. ப்ரமோஷன் கிடைச்ச உடனே உங்களுக்கு ஒரு கேஸ் கொடுக்கலாம்னு பாக்குறேன். താങ്ക് യു സാർ. அது என்ன தெரியுமோ? நோ சார். சிட்டில ஃபாரின் காருடைய பார்ட்ஸ் எல்லாம் திருட்டு போறதா கம்ப்ளைண்ட் வந்திருக்கு. சார். இது வரைக்கும் 8 முதலாளிகள் கம்ப்ளைண்ட் பண்ணிருக்காங்க. இப்ப பாருங்க, சார். இந்த ஃபைல் எல்லாம் இருக்கு. ப்ளீஸ் கோ ஆன். ശരി മോനെ. மோனா, வாட் இஸ் இட்? സോറി സാർ, നാക്ക് ഉളുക്കി പോയതാണ്. நான் குளிக்கி. ഉളുക്കി പോയതാ. Yes, I will see. Over. ഡേയ് മനോഹർ, ഈ വാടാ. കേറ്. ഇതെല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ആ ചാക്കെടുക്കൂ. Hello, sweetie. Hi. Hello, darling. What a wonderful sight. കണ്ടോളൂ. Hello. Are you angry? Don't be angry, dear. I want to kiss you. I am waiting there.
ഓക്കെ ഡേയ്, ഇതിന് ചേഞ്ച് വാങ്ങിട്ട് വാ. എല്ലാം 1 രൂപ കോയിൻ. ഓക്കെ? എടാ നീ ചാലഞ്ച് ചെയ്തിട്ട് എന്താ അവൾ വരാത്തത്? കണ്ടോടാ വരും. നീ ഞങ്ങളുടെ കൂടെ വരുന്നു. എങ്ങോട്ട്? ഏതെങ്കിലും ഹോട്ടലിലേക്ക്. ഓ, ഐ സീ. ഓ യെസ്. ശ്യാം, എന്താടാ വിളിച്ചാ വന്നൂടെ? അതിന് ഞാൻ നിന്റെ ചെലവിലല്ലോ ജീവിക്കുന്നത്. വെറുതെ വെറും നൈറ്റിൽ ചൂടാവാതെ. എടാ മോനെ ശ്യാമസുന്ദരോ, സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ആ ശപ്പൻ സുരേഷനെ വെറുതെ വിടുമോ? അവന്റെ കൈക്ക് നല്ല കരുത്താ. കൈക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പുല്ലിനെ എനിക്ക് പേടിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടലാലേ, സംഗതി ലെവല് വിട്ടിരിക്കുക. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, ഇന്ന് ചേട്ടൻ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഓരോ വഴക്കുണ്ടാക്കി. നീ പൊടിയോട്. എന്തുണ്ടായി മോനെ? അമ്മേ, മനുഷ്യന്മാർക്ക് മര്യാദ അറിഞ്ഞൂടാ. അവരെ അതൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രേ ഉള്ളൂ. എത്ര ഓർമ്മിപ്പിച്ചാലും ചിലർക്ക് അതൊന്നും ഓർമ്മ വരില്ല മോനെ. അവിടെ നൊഴിഞ്ഞു മാറുകയാ നല്ലത്.
അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. വീട്ടിലിരിക്കേണ്ടി വരും. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യുമ്പോഴും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ചെയ്യണം. എങ്കിലേ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും. ആ, വന്ന് വല്ലതും കഴിക്കേ. വരൂ വരൂ. ശരി, വാടാ മോനെ. നീ എന്താ വിളിച്ച? വാടാന്ന്. നീ ആരാണ്? എന്റെ ചേച്ചിയോ ചേട്ടനോ? ചേച്ചി. എന്നാ ചേച്ചി വാ. അയ്യോ അമ്മേ. മാഡം, ദിസ് വേ പ്ലീസ്. ആ, ഉത്തരവ് പോലെ ഇതാ ഏകാന്തമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്ന് ആജ്ഞാപിച്ചാൽ? എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നാണ് പോരാൻ നേരത്തെ കരാറ്. ഈ ഉള്ളവൻ വാക്ക് മാറാറില്ല. ഉറപ്പല്ലേ? ഉറപ്പ്. എങ്കിലേ ആ മരത്തിന്റെ കീഴെ ഒരല്പനേരം തലകുത്തി നിൽക്കണം. അതിനെന്താ? ദേ, ബൈ. വേണ്ട ശ്യാം, വേണ്ട വേണ്ട. നീ ആവശ്യപ്പെട്ടതല്ലേ വേണം. ഞാൻ തമാശ പറഞ്ഞതല്ലേ. തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ്. ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല. ഞാനാണ് പറയുന്നത്. നോ. വേണ്ട പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. കുറച്ചു കാലമൊക്കെ അനുസരിക്കും. കുറച്ചു കാലമോ? അതെ, എന്റെ താലി നിന്റെ കഴുത്ത് വീഴുന്നത് അതിനുശേഷം പലിശ സഹിതം തിരിച്ചു തരും. പിന്നെ പിന്നെ അതിന് വേറെ പെണ്ണിനെ നോക്കിക്കോ. ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്നെ. നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിനാണ് ശ്യാം എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? വീണ്ടും പുനർജനിക്ക്. അടുത്ത ജന്മത്തിലും നമ്മളിങ്ങനെ അടുപ്പമാകാം. ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്നം. ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി. എന്തെന്ന്? സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണ് മൂലം അപകടകരമായ നിലയിലാണ്. അപകടമോ? അതെ, അപകടം പെണ്ണിനല്ല, പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ്. അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക. എന്റെ ചേട്ടൻ നല്ലവനാ. അല്പം പേടിക്കണമെന്ന് മാത്രം. സുരേഷ് ഇന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുമോ? എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു? നീ ഒന്ന് കനിയാൻ. വേണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കും. ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, നൂറ്റാണ്ടുകൾ.